എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇതൊരു സൺഡേ വ്ളോഗാണ്. സൺഡേ തന്നെ ഞാൻ എടുത്ത വ്ളോഗാണ് ഇത്. മൺഡേ എങ്കിലും എഡിറ്റ് ചെയ്തിടണമെന്ന് വിചാരിച്ചു, പക്ഷേ ട്യൂസ്ഡേ സാരല്ല ഇന്നിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വേറെ ഒരു പരിപാടികളില്ലായിരുന്നു, വെറുതെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് നമ്മൾ തീരുമാനമെടുത്തു ഒന്ന് അമ്പലത്തിലേക്ക് പോയി തൊഴുതിട്ട് വരാമെന്ന്. അങ്ങനെ പെട്ടെന്നൊരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ റെഡിയായി ഇറങ്ങി നേരെ അമ്പലത്തിലോട്ടാണ് പോയത്. മോനയ്ക്ക് ഈ ഡ്രസ്സ് ഒട്ടും കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ കൈയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് ചില ഡ്രസ്സുകളൊക്കെ അവർ ഇട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് നിർബന്ധിച്ചിട്ടുകൊണ്ടാണ് ഈ ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങിയത് നമ്മൾ ബൈക്കിൽ പോകുന്നതാണ് വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കാർ എടുത്തിട്ടാണ് പോയത്. അമ്പലത്തിനുള്ളിലെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. വെറുതെ അങ്ങോട്ട് കയറിയപ്പം ഫോണൊന്ന് ഓണാക്കാനുള്ള ഒരു മാനസികാവസ്ഥ തോന്നിയില്ല. അതുകൊണ്ട് അവിടെ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേനും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ വെച്ച് തന്നെ നമുക്ക് ചേച്ചിയും പിള്ളേരെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരും തൊഴാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് നമ്മൾ അവരുടെ വീട്ടിലോട്ട് പോയതിന് ശേഷം നേരെ അവർ താമസിക്കുന്ന വീട്ടിലോട്ടാണ് പോയത്. വരുന്ന വഴിക്ക് നമ്മളൊരു പപ്പായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളല്ല, ചേച്ചിയാണ് വാങ്ങിയത്. അപ്പോൾ അതൊക്കെ കൊണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അവർ പറഞ്ഞ് ഇന്നിനി ഇവിടെ കൂടാം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടൊക്കെയാണ് പോയത്. അവിടെ പോയപ്പോഴത്തേനും റോസയൊക്കെ പൂത്ത് നിൽക്കുകയാണ് ഗൈസ്. ഇത് കുരിശുമലയിൽ നിന്ന് മേടിച്ചതാണ്. അന്നേരം ഇത് പൂക്കോ ഇല്ലയെന്നൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാനൊന്നും മനസ്സിലായി. പിന്നെ പൊതുവേ എനിക്ക് ഈ റോസ് ചെടികൾ വീട്ടിൽ വളർത്താൻ അത്ര ഇഷ്ടമല്ല. ഇതിൻ്റെ മുള്ളൊക്കെ ദേഹത്ത് കൊള്ളുന്ന പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. പിന്നെ എൻ്റെ കയ്യിലില്ലാത്ത കുറേ ഐറ്റം ചെടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് പൊക്കി വീട്ടിലോട്ട് കൊണ്ടുപോകണം. പിന്നെ ഇവിടെ മീനൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഈവനിങ് ആയപ്പോൾ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് കിടന്നുറങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്ത് ചെയ്യും, എന്തോ ജോലി ചെയ്യാനുള്ള ഭയങ്കര ഒരു ത്വരയായിരുന്നു. അതുകൊണ്ട് ഇറങ്ങി ഞാൻ മുറ്റം തൂത്ത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോനെ വന്ന് നിൽക്കുന്നത്. പക്ഷേ ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തൂത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് ഇതിലേക്ക് ചവറ് കൂട്ടെന്ന് പറഞ്ഞാണ് അവൾ അങ്ങനെ ഇരിക്കുന്നത്. മുറ്റോടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ എനിക്ക് പണികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ടെങ്കിൽ അതൊന്നും ഇന്ന് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മളൊരു മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നമ്മളൊരു അരമണിക്കൂർ മുന്നേ പോയി. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് കാണും തിയേറ്ററിൽ. അതുകൊണ്ട് നമ്മളൊരു അരമണിക്കൂർ മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മൾ കുറച്ച് നേരം വെളിയിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് ചുമ്മാ വാങ്ങിയ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. ബിങ്കോയും പോപ്കോണ്, പെപ്സി, ഫ്രൂട്ടി, അങ്ങനെ എന്തൊക്കെയോ നമ്മൾ വാങ്ങിച്ചു. ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിതൊന്നും വാങ്ങിച്ചില്ല. നമ്മൾ 500 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് 500 രൂപയ്ക്ക് ഫുഡും വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്ത് കയറുന്നതിന് മുന്നേ തന്നെ മോനെയും പിള്ളേരും എല്ലാവരും ചേർന്നിട്ട് പോപ്കോൺ എല്ലാം കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് വാങ്ങാൻ വേണ്ടി നിന്നില്ല. ഇവരൊക്കെ അകത്ത് കയറുമ്പം തന്നെ ഉറങ്ങും. പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരം നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷം സിനിമ കാണാൻ വേണ്ടി നമ്മൾ അകത്തോട്ട് പോവുകയാണ്. നമ്മൾ വന്നിട്ടുള്ള മൂവി കറുപ്പ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. സൂര്യയുടെ ഏറ്റവും പുതിയ മൂവിയാണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രം വാങ്ങിച്ച ബിങ്കോയാണ്. ഇതെല്ലാം കഴിച്ച് മൂവിയെല്ലാം കണ്ടു. അത്യാവശ്യം നല്ല മൂവിയായിരുന്നു. ഞാൻ പ്രണവ് പ്രവീണിൻ്റെ റിവ്യൂ കണ്ടതിന് ശേഷമാണ് പോയത്. അത് പറഞ്ഞതുപോലെ തന്നെയാണ് സെയിം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, നല്ല ത്രില്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. സെക്കൻഡ് ഹാഫ് അവരെന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് അവർക്ക് തന്നെ അറിയാം. ഒന്നും അങ്ങോട്ട് കണക്റ്റ് ആവാത്ത പോലെ തോന്നി. എന്തായാലും കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കുറേ ചിരിയും വന്നു. പിന്നെ എന്ത് പറയേണ്ടതെന്ന് അറിയില്ല. സെക്കൻഡ് ഹാഫ് അത്ര ഓക്കെ അല്ലായിരുന്നു. BGM കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൂവിയെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം രാത്രിയാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നത്. രാത്രി എന്ന് പറയുമ്പോൾ ഒരു മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊന്നും നമുക്ക് നോക്കാനില്ലായിരുന്നു. നേരെ വീട്ടിലോട്ടാണ് പോയത്.